ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പോകുന്ന വഞ്ചിപ്പുരയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ വഞ്ചിപ്പുര കേറ്ററിംഗ് സർവീസിനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് കൗണ്ടറിൽ അമ്പിളി ചേച്ചിനെ ഞാൻ തിരയുന്നത് കേട്ടോ. പക്ഷേ അമ്പിളി ചേച്ചി അവിടെ ഇല്ല. അതാണ് നേരെ ഞാൻ എവിടെ കാണുന്നറിയാമല്ലോ, കിച്ചണിലായിരിക്കും അമ്പിളി ചേച്ചി ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെന്നത് ഒരു 2:30-3 മണി അടുപ്പിച്ചായിരുന്നു കേട്ടോ. എന്നാലും അവിടെ ഒരു സീറ്റ് ഒപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്നു. ഞങ്ങളൊരു സീറ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. എന്നാൽ എനിക്ക് അമ്പിളി ചേച്ചിനെ ആദ്യം കാണണം. അപ്പോൾ തന്നെ അമ്പിളി ചേച്ചി വിളമ്പാനും വെക്കാനും എല്ലാം ഓടി നടക്കുവാണ്. ഈ 3:30 സമയം ആകുമ്പോഴത്തേക്കിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഫുഡെല്ലാം തീർന്നിരുന്നു കേട്ടോ. അതെ, ഓക്കെ. ഞാനിപ്പോൾ ഉള്ള കറിയൊക്കെ വെച്ചിട്ട് ആണ്ട് വീഡിയോ എടുക്കുകയാണ്. മീൻകറിയുടെ ചാറ് മാത്രമുണ്ട്. പിന്നെ എൻ്റെ 2 കഷ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2 കഷ്ണം കിടപ്പുണ്ട്. പിന്നീട് നമ്മുടെ പയറും ഒക്കെ ഉള്ള തോരൻ, പിന്നെ മീൻ പൊള്ളിച്ചത്, അതുപോലെ തന്നെ മോര്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അമ്പിളി ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വന്നു കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് അമ്പിളി ചേച്ചി കരിമീനെല്ലാം ക്ലീനാക്കി മസാല തേക്കുന്ന ഒരു സീനാണ്. എനിക്ക് ഇതിലും നല്ലൊരു കാഴ്ച എനിക്ക് ഈ ഒരു വഞ്ചിപ്പുരയിൽ കാണാൻ വേറെ ഉണ്ടാകത്തില്ല. മസാലയെല്ലാം തേച്ച് കരിമീൻ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിയുള്ള കറികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വീഡിയോ പകർത്താൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഞാനത് സാമ്പാറായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ അല്ല, തേങ്ങ അരച്ച നല്ല മത്തിക്കറിയാണ്. പിന്നെ മോരുണ്ട്. അതെല്ലാം തീരുന്ന അവസ്ഥയിലായി. ഇത് ചേനയും കൊണ്ടുള്ളൊരു തീയലാണ്. പിന്നെ സാമ്പാറൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങൾ ഓടി വന്നപ്പം ഇത്തരം കറികളെങ്കിലും ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പച്ചടിയെ പറ്റി പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ. പൈനാപ്പിൾ പച്ചടിയാണ്. അതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് ഭയങ്കര, നമുക്ക് നാവി വെള്ളം ഊറും അതുപോലുള്ള മണമായിരുന്നു അതിൻ്റേത്. പിന്നെ ഇഞ്ചിക്കറിയോ അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടിക്കൊക്കെ എന്തൊരു കൊഴുകൊഴുപ്പാന്ന് നോക്കി. പച്ച മോരുണ്ട്. പിന്നെ എന്തോ തോരനാന്ന് തോന്നുന്നു. പിന്നെ അപ്പം ഞാൻ നേരെ നമ്മൾ മസാല പൊട്ടി വെച്ചേക്കുന്ന ഐറ്റത്തിന് എടുത്തിട്ട് വന്നു കേട്ടോ. ഇവനെ അമ്പിളി ചേച്ചി നല്ല മസാലയിൽ പൊതിഞ്ഞ് നിർത്തിയേക്കുവാണ്. ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം എന്ന് പറയുന്നത്. ഇതൊരു വേറിട്ട കാഴ്ചയായിരുന്നു കേട്ടോ. സാധാരണ ഹോട്ടലുകളിൽ എങ്ങനെയാണ് മീൻ വറക്കുന്നത് നമുക്കെല്ലാം അറിയാമല്ലോ. എണ്ണ ഒഴിച്ചിട്ട് മീൻ പറക്കിയിട്ടിട്ട് കോരി എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇത്രയോ ഊണ് പോകുന്ന ഈ ഒരു ഹോട്ടലിൽ ചെയ്യുന്ന രീതി കണ്ടോ, തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് അതിനുണ്ടായിരിക്കും എന്തായാലും തീർച്ച. നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതിനെ പോലെ തന്നെ അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും അതിലും ബെറ്ററാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം കരിയാപ്പലയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ആ കരിവേപ്പിൻ്റെയൊക്കെ മണവും പിന്നെ ഈ വെളിച്ചെണ്ണ ഉണ്ട്. ഈ വെളിച്ചെണ്ണയുടെ മണമെന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ബാക്കിയുടെ എന്തോ മണം അതിൻ്റെ വന്നെന്നറിയോ. ഞാൻ എന്നിട്ടത് മണത്തോട് നോക്കി കേട്ടോ. കാരണം ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ് അമ്പിളി ചേച്ചി ഉപയോഗിക്കുന്നതാണ് അമ്പിളി ചേച്ചി പറയുന്നത്. ഞാനപ്പോൾ അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട് ഒന്ന് മണത്ത് നോക്കി കേട്ടോ. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ഒന്നുമല്ല. അതിൻ്റെ മണമെന്ന് പറയുന്നത് തനി വെളിച്ചെണ്ണയുടെ മണമാണ്. പണ്ട് നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും ആ ഒരു മണം ശ്വസിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വറക്കുന്ന ഈ മീൻ ഫ്രൈക്ക് എന്തോ രുചിയായിരിക്കും. അതിൻ്റെ മണം തന്നെ ശ്വസിച്ച് എൻ്റെ കീഴെ നിൽക്കുവാണ് ഞാൻ. എനിക്ക് കൊതി കൊണ്ട് വയ്യായിരുന്നു. പിന്നെ അമ്പിളി ചേച്ചി തണ്ട നല്ല ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഈ കരിമീൻ ഫ്രൈയുടെ മുകളിലായിട്ട് ഇട്ടു. അപ്പം നമ്മുടെ ഈ കരിമീൻ കുട്ടന്മാർ ഇവിടുന്ന് ഡീപ്പ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഇതേ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വഞ്ചിപ്പുരയിലും ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി താണ്ടെ അവിടെ ഒരു തേങ്ങ വറക്കുന്നൊരു പ്രൊസീജിയറുണ്ട്. ഒരു തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കുവാണ്. പക്ഷേ ഞാൻ അവിടുത്തെ തോരനാന്നിടത്തോട്ട് ഞാൻ വെച്ച് നേരം പോയത് ഇളക്കി കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് അവിടെ നിന്ന് കേട്ടോ. ഞാൻ ആദ്യം ഓർത്ത് തോരനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതെന്തോ തീയലിനുള്ള തേങ്ങ വറക്കൽ പരിപാടിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു ഫാമിലി വന്നായിരുന്നു വഞ്ചിപ്പുരയിൽ കഴിക്കാനായിട്ട്. അപ്പം പിന്നെ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് ഓർത്തിട്ട് ഓടി ഇങ്ങോട്ട് വന്നു. ഇതുപോലെ നല്ല വാഴയിലയിൽ നല്ല തൊടുകറികളുമായിട്ടാണ് ആദ്യം തന്നെ ഊണ് കൊടുക്കുന്നത്. ഈ ഫാമിലിയൊക്കെ കണ്ടാലറിയാം സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കാറുള്ള ആൾക്കാരാണെന്ന്. ആ ഇലയിൽ കണ്ടോ, പച്ചടിയുണ്ട്, പൈനാപ്പിൾ പച്ചടി, കോവയ്ക്ക മെഴുക്കോട്ടിയുണ്ട്, അതുപോലെ തന്നെ ചേന തീയലുമാണ് വെച്ചിരിക്കുന്നത്. ആ അങ്കിളിൻ്റെ ചിരി കണ്ടാൽ തന്നെ അറിയാം ഊണിൽ എത്രമാത്രം തൃപ്തി ഉണ്ടായിട്ടാണ് ആ അങ്കിൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഊണ് വിളമ്പുന്ന ആ ചേച്ചിയോടുള്ള പരിചയം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ അങ്കിൾ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കാറുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ഫാമിലി ആയിട്ടാണ് ഇന്ന് ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾ എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ വരുന്നത് ഇന്ന സ്ഥലത്തു നിന്നാണെന്നൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തു. എൻ്റെ വൈഫും അങ്കിളും അതുപോലെ തന്നെ അങ്കിളിൻ്റെ മക്കളും ഒക്കെ ആയിട്ടാണ് ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നിട്ട് കഴിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം മനസ്സും വയറും ഒരുപോലാണ് ഇവർ നിറച്ച് നമ്മളെ തിരിച്ച് വിടുന്നതെന്ന് പറയുന്നത്. അതെനിക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഊണ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അമ്പിളി ചേച്ചി നമ്മുടെ കിച്ചണിൽ കിടന്ന് പാടുപെടുക കേട്ടോ. അമ്പിളി ചേച്ചി ഏത് സംരംഭത്തിൻ്റെ ഓണറെങ്കിലും അമ്പിളി ചേച്ചിയുടെ കയ്യും കണ്ണും എത്താത്ത ഈ ഒരു വഞ്ചിപ്പുരയിൽ ഒരു ഭാഗങ്ങൾ പോലും ഇല്ല കേട്ടോ. ജോലിക്കാരുടെ കൂടെ നടന്ന് ഒരു ജോലിക്കാരിയായിട്ടും
ക്യാഷ് കൗണ്ടറിലിരുന്ന് ക്യാഷ് വാങ്ങിക്കാൻ നിൽക്കും. എല്ലാത്തിനും അമ്പിളി ചേച്ചിയുടെ കൈയും കണ്ണും എത്താറുണ്ട്. വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞിട്ട് വിശപ്പായി കേട്ടോ. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഒരുപാട് കറികളെല്ലാം തീർന്നു പോയിരുന്നു. എന്നാലും നമ്മൾക്ക് അത്യാവശ്യം കറികൾ കൂട്ടി നല്ല വിഭവസമൃദ്ധമായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. ഇതൊന്നുമല്ല സത്യത്തിൽ വഞ്ചിപ്പുരയിലെ ഭക്ഷണമെന്ന് പറയുന്നത്. ഇത് നമ്മൾ വന്നപ്പോൾ എല്ലാം ഏകദേശം തീർന്നിരുന്നു. എന്നാലും നമുക്കിത് സത്യം പറഞ്ഞാൽ വലിയൊരു സദ്യ പോലെ തന്നെയാണ്. നമുക്ക് ഇത്രയും കട്ടിക്കുട്ടി കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇതൊന്നുമല്ല വഞ്ചിപ്പുരയിലെ കറികൾ. വലിയൊരു അയില പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഉണക്കമീൻ ചമ്മന്തിയാണ്. പിന്നെ മീൻ പീരയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചേനത്തീയൽ, കോവയ്ക്ക മെഴുക്കുവരട്ടി, അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടി. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള കറികൾ. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മീൻ കറി കണ്ടോ, ഇത് തേങ്ങ അരച്ച മത്തിക്കറിയായിരുന്നു. അതിൻ്റെ കൂടെ മാങ്ങായും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്നിരുന്നത് ഞങ്ങളിൽ ഒരാളായിട്ടായിരുന്നു അമ്പിളി ചേച്ചി ഞങ്ങളോട് ഫുഡ് കഴിച്ചത് കേട്ടോ. അതൊക്കെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്നതും കണ്ണ് നിറയ്ക്കുന്നതും കാഴ്ചകളാണ്. ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഊണെന്ന് ചോദിച്ചപ്പോഴത്തേനും അച്ഛൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നല്ല ഊണാണ്. അത് ഇവിടുത്തെ ഒരു ജോലിക്കാരനും കൂടിയാണെന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞ കേട്ടോ, വളരെ ശരിയാണ് ഇവർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതുപോലെ വിശ്വസിച്ച് നമ്മുടെ വയറും മനസ്സും ഒരുപോലെ നിറച്ചാണ് അമ്പിളി ചേച്ചി നമ്മളെ ഇവിടുന്ന് വിടാറുള്ളത്. അവരുടെ മുഖത്തെ ആ ഒരു ചിരിയും ആ ഒരു സന്തോഷവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഊണ് ഇവർക്ക് എത്രമാത്രം ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവരെന്നോട് പറഞ്ഞത് വിശ്വസിച്ച് ഇവിടുന്ന് എന്തും നമുക്ക് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ അമ്പിളി ചേച്ചിയുടെ സ്നേഹം കൂടി ആകുമ്പോഴത്തേനും പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനും ഇങ്ങനെ മേൽനോട്ടം വയ്ക്കാൻ അമ്പിളി ചേച്ചി ഉള്ളപ്പോഴത്തേനും നമുക്ക് പിന്നെ വേറെ ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ പുറകെ നിൽക്കുവാണ് അമ്പിളി ചേച്ചി. എനിക്ക് ഇവരുടെ ഈ റിവ്യൂ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഡോക്ടേഴ്സാണ് കേട്ടോ, ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ നേരെ ക്യാഷ് കൗണ്ടറിലേക്കാണ് പോയത് കേട്ടോ. അമ്പിളി ചേച്ചിക്ക് വീട്ടിൽ ഒരു ഉപഹാരം കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഇത് കാണിക്കാനാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഇപ്പം നിങ്ങളോർക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ വഞ്ചിപ്പുരയിൽ വന്ന് കഴിക്കാൻ പാടുള്ളൂ എന്നല്ലേ? ഒരിക്കലുമല്ല കേട്ടോ. കയ്യിൽ കാശില്ലെങ്കിലും ക്യാൻസർ രോഗികൾക്കും ഇവിടെ ഫുഡ് ഫ്രീ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. ടാറ്റാ ബൈ ബൈ, സീ യു.